11 വർഷം മുമ്പ് നഷ്ടപ്പെട്ട സ്വർണം അപ്രതീക്ഷിതമായി തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കിയിലെ ഒരു കുടുംബം. അയൽവാസിക്ക് സൗജന്യമായി കൊടുത്ത അലമാരയിലായിരുന്നു സ്വർണം ഉണ്ടായിരുന്നത്. കാലപ്പഴക്കത്തെ തുടർന്ന് അലമാര അഴിച്ചു പരിശോധിച്ചപ്പോഴാണ് സ്വർണം ലഭിച്ചത്. കട്ടപ്പന വെള്ളയാംകുടി സ്വദേശിയായ ജിജോയുടെ കുടുംബത്തിനാണ് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട 7 പവനോളം വരുന്ന സ്വർണം തിരികെ ലഭിച്ചത്. ജിജോയുടെ അമ്മ ഉപയോഗിച്ചിരുന്ന അലമാരയിലെ ഡ്രോയിലാണ് പേഴ്സിലാക്കി സ്വർണം സൂക്ഷിച്ചിരുന്നത്. 11 വർഷങ്ങൾക്ക് മുൻപ് അമ്മ മരണപ്പെട്ടു. 8 വർഷങ്ങൾക്ക് മുൻപ് അലമാര അയൽവാസിയായ ബാബുവിന് സൗജന്യമായി കൊടുക്കുകയായിരുന്നു. എന്നാൽ അലമാരയിൽ സ്വർണമുള്ള കാര്യം ഇരു കുടുംബങ്ങളും അറിഞ്ഞിരുന്നില്ല. കാലപ്പഴക്കം കൊണ്ട് അലമാരയുടെ ഡ്രോ അടയ്ക്കാനും തുറക്കാനും ബുദ്ധിമുട്ടായതോടെ കഴിഞ്ഞ ദിവസം ബാബു ഇത് അഴിച്ചെടുത്തു. അപ്പോഴാണ് സ്വർണ്ണക്കൊന്തയും വളയും മാലയും ഉൾപ്പെടെ 7 പവനോളം വരുന്ന സ്വർണം പേഴ്സിൽ കാണുന്നത്. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരിച്ചു കിട്ടി. അമ്മച്ചിയുടെ സ്വർണ്ണമായിരുന്നു. അത് എവിടെയാണ് എന്നതിനെക്കുറിച്ച് കൺഫ്യൂഷനായിരുന്നു. അലമാരി തുറന്ന് നോക്കിക്കഴിയുമ്പോൾ അലമാരിയൊക്കെ ഈ അടുത്ത നാൾ ഒരു 7-8 വർഷം മുമ്പ് ഒരു അലമാരി ബാബുച്ചേട്ടന് കൈമാറിയിരുന്നു. അപ്പോൾ ആ കൈമാറിയ സമയത്ത് അലമാരിയൊക്കെ തുറന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അതിനകത്തൊന്നും തുറന്ന് നമ്മൾ നോക്കുമ്പോൾ ഡ്രോ വലിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു ഭാഗത്തും അത് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ബാബുച്ചേട്ടൻ വിളിച്ചത്. ബാബുച്ചേട്ടനും ബാബുച്ചേട്ടൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു കാര്യം നമുക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് അന്നേരം പെട്ടെന്ന് മനസ്സിലായില്ല. ആയിക്കോട്ടെ, നമുക്ക് സംസാരിക്കാമല്ലോ, ഫോണിൽ കൂടെ പറഞ്ഞാലും മതിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഈ വളരെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ. സാമ്പത്തിക ബാധ്യത മൂലം കിടപ്പാടം പോലും നഷ്ടമായി വാടകയ്ക്ക് കഴിയുമ്പോഴും സ്വർണത്തെക്കാളും തിളക്കം തന്റെ മനസ്സിനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബാബു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.